Good morning, all. Good morning. Good morning. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. വായനാ ദിനത്തോടനുബന്ധിച്ച് മോർണിംഗ് സർക്കിൾ നടത്തിവരുന്ന ബുക്ക് ടോക്ക് വീക്കിന്റെ 6ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 5 ദിവസങ്ങളിലായി വ്യത്യസ്ത പുസ്തകങ്ങൾ പരിചയപ്പെട്ടു. നമ്മൾ ട്രെയിനേഴ്സ് വളരെ മനോഹരമായി തന്നെ അതെല്ലാം അവതരിപ്പിച്ചു. ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾക്ക് പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ഗേൾ. ദ ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്നത് ലോകത്തെ ഞെട്ടിച്ച ഒരു ആത്മകഥയാണ്. നാദിറ മുറാദാണ് ഈ ഒരു പുസ്തകത്തിന്റെ രചയിതാവ്. ഇറാഖിലെ യസീദി സമൂഹത്തിൽപ്പെട്ട നാദിറ ഐസിസ് ആക്രമണത്തിൽ അവരുടെ കുടുംബവും അതുപോലെ സമൂഹവും നേരിട്ട ദുരന്തങ്ങളും അതിജീവനത്തിന്റെ കഥയുമാണ് ഈ ഒരു പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിലെ കൂടുതൽ വിശേഷങ്ങളും ജീവിത പാഠങ്ങളും പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് സംന മാം ആണ്. മാം കോണ്ടന്റ് റൈറ്റർ ആണ്, വിമൻ വെൽനസ് കോച്ചാണ്, പോയറ്റാണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാലേ മാം? Yes. Good morning, everyone. Good morning. Good morning. Thank you, Sajana ma'am. ഇങ്ങനെ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ബുക്ക് ടോക്ക് സീരീസിലെ 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ. മനോഹരമായ ഇൻഫോർമേറ്റീവായ 5 സെഷൻസ് ആയിരുന്നു കഴിഞ്ഞതെല്ലാം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു 6ാമത്തെ ദിവസത്തില് ഞാൻ എൻ്റെ സജഷൻ ആയിട്ടുള്ള ബുക്കായിട്ട് ഇരിക്കുന്നത്. ഞാൻ പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ തന്നെ സാഹിത്യപരമായും അല്ലാതെ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ടോക്ക് സീരീസിലെ എല്ലാ സെഷനും മറക്കാതെ വിടാതെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആശയം, അതായത് ഈ മോർണിംഗ് സർക്കിളിൽ തന്നെ ഈ ഒരു ബുക്ക് ടോക്ക് സീരീസ് കൊണ്ടുവരാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വ്യത്യസ്തമായ നല്ല ചിന്തകളും ആശയങ്ങളോടൊക്കെ കൂടിയിട്ടാണല്ലോ. അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതിന് ഈ മോർണിംഗ് സർക്കിളിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ നമുക്ക് ഇതിന് പുസ്തകങ്ങളെ കുറിച്ച് അറിയാനും എന്നെ പോലെയുള്ളവർക്ക് സംസാരിക്കാനൊക്കെ അവസരം തന്ന ടീം മെമ്പറിനോടും ഫൈസൽ സാറിനോടും, പ്രത്യേകിച്ച് ഇതിന്റെ കോർഡിനേറ്റർ സജന മാമിനോടൊക്കെ വളരെയധികം നന്ദി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്ത അർച്ചന മാമിനോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ സജിത മാമിനോട് എനിക്കൊരു പ്രത്യേക റിക്വസ്റ്റ് ഉള്ളത്, ഇത് നാളത്തോടു കൂടി ഈ ഒരു ബുക്ക് ടോക്ക് സീരീസ് അവസാനിപ്പിക്കാതെ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിൽ 2 സെഷനൊക്കെ ആയിട്ട് ഈ ഒരു ബുക്ക് ടോക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. കാരണം നമ്മുടെ ഈ വിംബിൾ ഫാമിലി വളരെ പല മേഖലകളിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നതാണ്. കുറേയധികം ആളുകൾ വളരെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ബുക്ക് സജഷൻസും ഒക്കെ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടാൻ ഈ ഒരു സർക്കിളിലുള്ള ആളുകൾക്ക് കഴിയും. അപ്പൊ എൻ്റെ ഒരു സജഷനാണ്, ഇത് പറ്റുവാണെങ്കിൽ കൺസിഡർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം നാദിയ മുറാദ് എന്ന ഇറാഖി വനിത എഴുതിയ ദ ലാസ്റ്റ് ഗേൾ അഥവാ അവസാനത്തെ പെൺകുട്ടി എന്ന പുസ്തകമാണ്. നാദിയ മുറാദിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. 2018 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ ധീര വനിതയാണ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലെ
ഗുഡ്വിൽ ആദ്യത്തെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനൊക്കെ എതിരായിട്ടുള്ള അതിന്റെ ആദ്യത്തെ ഗുഡ്വിൽ അംബാസഡറുമാണ് നാദിയ മുറാദ്. ഇറാഖിലെ ന്യൂനപക്ഷ വിഭാഗമായ യസീദി വംശജയായ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് നാദിയ മുറാദ്. ഇറാഖിലെ അമേരിക്കൻ അധിനിവേശവും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രൂപീകരണമൊക്കെ നമ്മൾ ന്യൂസൊക്കെ അന്നത്തെ കാലത്ത് വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. സദ്ദാം ഭരണകൂടത്തിന്റെ തകർച്ചയും അമേരിക്കൻ അധിനിവേശവും അതിനോടനുബന്ധിച്ചുണ്ടായ ഐസിസിന്റെ അവരുടെ അക്രമങ്ങളും നമ്മളൊക്കെ ഒരുപാട് ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ന്യൂസുമാരൊക്കെ തടങ്കലിലാക്കിയിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് പ്രക്ഷേപണം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ആ ഒരു സംഭവങ്ങളുടെ പിന്നപ്പുറത്ത് നമുക്ക് നമ്മൾ അറിയാതെ പോയ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ ഇറാഖ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഒരു അറബ് കൺട്രിയാണ്. പക്ഷെ ആ ഒരു ഇറാഖില് ഒരു കൊച്ചു ഗ്രാമമായ കൊച്ചോ എന്നാണ് ഗ്രാമത്തിന്റെ പേര്. അതിലെ ഒരു ന്യൂനപക്ഷ സമുദായമായ യസീദി ജനതയുടെ അവരുടെ ഒരു അടിച്ചമർത്തപ്പെടലിന്റെയും അധിനിവേശത്തിന്റെയൊക്കെ കഥയാണ് ഈ പുസ്തകത്തിലൂടെ നാദിയ മുറാദ് പറയുന്നത്. അപ്പൊ ഈ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയധികം ബ്രൂട്ടലായിട്ടുള്ള ക്രൂവൽറ്റിയാണ് അവരൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകള് സ്വന്തം സഹോദരങ്ങളും അമ്മയും ഒക്കെ കൊല ചെയ്യപ്പെടുന്നതും കൂട്ടക്കുഴിമാടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നതൊക്കെ അതിനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നുവെങ്കിലും ഒരാൾക്ക് ചെറുത്ത് നിൽക്കുകയാണ് നാദിയ. അവസാനം അവര് അടിച്ചമർത്തപ്പെട്ട തന്റെ സമൂഹം യസീദി സമൂഹത്തിന്റെ ശബ്ദമായിട്ടാണ് നിലകൊള്ളുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഈ ഒരു നേരിട്ട അനുഭവങ്ങളെ കുറിച്ച് ഒരു സ്പീച്ചൊക്കെ നടത്തുന്നുണ്ട് നാദിയ മുറാദ്. അതുവരെ ആ ഒരു തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഐക്യരാഷ്ട്രസഭയിൽ വരെ എത്തി ലോകത്തിന് മുന്നിലെ തന്റെ ദുരനുഭവങ്ങൾ തന്നെയല്ല ആ ഒരു സമൂഹം അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ ലോകത്ത് തുറന്നു കാട്ടിയ ധീര വനിതയാണ് നാദിയ മുറാദ്. ഒരേ സമയം നമ്മളെ പ്രചോദിപ്പിക്കുകയും അതേസമയം തന്നെ നമ്മുടെ ഹൃദയം തകർത്തെറിയാനും പോകുന്ന കഴിവുള്ള ഒരു പുസ്തകമാണ് ദ ലാസ്റ്റ് ഗേൾ. ഓരോ പുസ്തകവും ഓരോ യാത്രയാണെന്നല്ലോ നമ്മൾ പറയാം. ഈ ലാസ്റ്റ് ഗേൾ എന്ന പുസ്തകം ഇറാഖിലെ കൊച്ചു ഗ്രാമമായ കൊച്ചോ എന്ന ഗ്രാമത്തില് നാദിയയുടെ ബാല്യകാലം സമാധാനപരമായ ബാല്യകാലം കടന്ന് നഷ്ടങ്ങളും ദുരന്തങ്ങളും ഒക്കെ കടന്ന് പിന്നെ ജർമ്മനിയിലെ സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് നമുക്ക് ഈ ലാസ്റ്റ് ഗേൾ അനുഭവപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഞാൻ ഈ പുസ്തകം തന്നെ സജസ്റ്റ് തിരഞ്ഞെടുക്കാനൊരു കാരണം ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ വായിച്ചിട്ട് കരഞ്ഞ അപൂർവം പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ ലാസ്റ്റ് ഗേൾ. ഒരു കഥയോ നോവലോ ഒന്നുമല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഇത്രയും ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ക്രൂരതകൾ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പുസ്തകം. അതുപോലെ തന്നെ ഈ ലോകത്ത് മനുഷ്യർ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങള് ലോകം അറിയുന്നത് ഇത്തരം രചനകളിലൂടെയാണ്. ആദ്യമായിട്ട് പുസ്തകങ്ങളിലൂടെയാണ് നമ്മളിതൊക്കെ അറിഞ്ഞത്. പിന്നീടാണ് ഇപ്പോ സിനിമകൾ യുദ്ധങ്ങളെ കുറിച്ചും ഒക്കെ സിനിമകളൊക്കെ പിന്നീടാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകങ്ങളാണെങ്കിൽ നമ്മൾ ഓരോരുത്തർ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങും, വായിക്കുകയൊക്കെ ചെയ്യും. അത് നല്ല പുസ്തകമാണെന്ന് പറയുമ്പോൾ പക്ഷെ ഇത്തരം അനുഭവങ്ങൾ നമ്മൾ വായിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സജനാമയം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ വേറെ ഒന്നും ആലോചിക്കാതെ പുസ്തകത്തിന്റെ പേര് പറഞ്ഞത്, എന്റെ മനസ്സിൽ അത് വായിക്കപ്പെടാതെ പോകുന്നവർക്ക് ഒരു അറിവ് നൽകണം എന്ന രീതിയിലാണ് ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തത്. മനുഷ്യവേദനകളുടെയും അതിജീവനത്തിന്റെയും ചരിത്രത്തില് രേഖപ്പെടുത്തപ്പെട്ട ഒരു സാക്ഷ്യമായിട്ടാണ് ഈ ഒരു പുസ്തകം
അറിയപ്പെടുന്നത്. ഒരു ടെസ്റ്റിമണി എന്നാണ് ഈ പുസ്തകം പറയുമ്പോൾ തന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഗൂഗിളൊക്കെ നോക്കിയാലും കാണാൻ കഴിയുക. ഒരു ഒരു കഥയോ അല്ലെങ്കിൽ ഒരു നോവല വായിക്കുന്ന ഒരു ലാഘവത്തിൽ നമുക്ക് ഇതിനെ വായിച്ച് തീർക്കാൻ കഴിയില്ല. കാരണം ഒരു ജനതയുടെ മുഴുവൻ നിലനിൽപ്പിനുള്ള നിലവിളികളാണ് നമ്മൾ ഇതിലൂടെ കേൾക്കുക. ഇതാണ് പുസ്തകം, ക്ലാസുകൾ എന്ന പുസ്തകം. ഏകദേശം ഒരു 300-306 പേജൊക്കെയുള്ള ഒരു പുസ്തകമാണ്. ഇതിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോയറായ അമാൽ ക്ലൂനിയാണ്. അമാൽ ക്ലൂനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അവരുടെ ഹസ്ബൻഡ് പ്രശസ്തനായ ഹോളിവുഡ് നടൻ ജോർജ് ക്ലൂനിയാണ്. 2014 തുടങ്ങിയ ഐസിസ് ആക്രമണം മുതൽ നാദിയയുടെ ജീവിതം ഒരു ചെറിയ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനിലൂടെ നമുക്ക് മുന്നിൽ അമാൽ ക്ലൂനി അവതരിപ്പിക്കുന്നുണ്ട്. നാദിയക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു ദുരന്തങ്ങളെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോയർ കൂടിയായ അമാൽ ക്ലൂനി. അമാൽ ക്ലൂനി പറഞ്ഞു വെക്കുന്നുണ്ട് അവസാനം ഈ അവതാരികയുടെ, നാദിയ ഈ അക്രമങ്ങൾ കൊണ്ടൊന്നും നാദിയ നിശബ്ദയാക്കപ്പെടുന്നില്ല, അവളുടെ ശബ്ദം വീണ്ടും വീണ്ടും ഉറക്കെ ഉയരുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അവതാരിക ആമുഖം അവസാനിപ്പിക്കുന്നത്. നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. എല്ലാ യസീദികൾക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പുസ്തകം തുടങ്ങുന്നത്. യസീദികൾ ഇറാഖിലെ ഭൂരിപക്ഷമായ അറബ് സുന്നി സമൂഹം ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയായിട്ടാണ് യസീദികളെ ഒരു രണ്ടാം വിട പരിഗണനയാണ് അവർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അവരുടെ ശബ്ദമായി നിലകൊണ്ട് എഴുതുന്നത് കൊണ്ട് തന്നെ അത് യസീദികൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം എഴുതുന്നത്. വടക്കൻ ഇറാഖിലെ കൊച്ചോ എന്ന കുഞ്ഞി യസീദി ഗ്രാമത്തിലാണ് നാദിയയുടെ ജനനം. കൊച്ചോ എന്ന ഗ്രാമത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് നാദിയ ഇതിന്റെ തുടക്കത്തിൽ കുറച്ച് ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യസീദികളെ കുറിച്ചും യസീദികൾ വളരെ വ്യത്യസ്തരാണ് മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന്. അവരുടെ ആരാധനകളും ആചാരങ്ങളൊക്കെ വളരെ വളരെ വ്യത്യസ്തവും രസകരവുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സത്യൻ അന്തിക്കാട് ചിത്രത്തിന്റെ തുടക്കം പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം അത്രയും ഒരു അറബ് സമൂഹം എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറം ഇവരൊരു ഗ്രാമത്തിന്റെ പശ്ചാത്തലം, കർഷകരായിട്ടുള്ള കുടുംബങ്ങള്, വളരെ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകള്, നിഷ്കളങ്കരായിട്ടുള്ള ഒരു ജനത, ഇങ്ങനെ വേണം നമുക്ക് പറയാൻ. ഇവരുടെ വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസത്തിലേക്ക് ആദം ആപ്പിൾ തിന്നിട്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അപ്പൊ അതിന്റെ സാമ്യമുള്ള ഒരു കഥയൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഒരു സ്റ്റോറിയില് ആദം ഗോതമ്പാണ് കഴിച്ചിട്ട് പുറത്താക്കപ്പെടുന്നത്. അപ്പൊ ഏഞ്ചൽ കഥകളൊക്കെ ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ രസകരമായിട്ടാണ് ഇതില് നമുക്ക് തുടക്കത്തിൽ വായിക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു സമാധാനപരമായ അത്രയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ആ ഒരു സമയം, ആ ഒരു സന്ദർഭങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് വളരെ പ്രയാസകരമായിട്ട് മാറിയിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി, ഒരു പാരഡോക്സ് പോലെയാണ് ഇതിന്റെ ആദ്യവും അവസാനവും നമുക്ക് അനുഭവപ്പെടുക. ഈ ഒരു വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അതുപോലെ തന്നെ അവരുടെ ബന്ധങ്ങളെ കുറിച്ചൊക്കെ, സഹോദരങ്ങളും, ഒരു ജോയിന്റ് ഫാമിലിയാണ്, 6 സഹോദരങ്ങള്, നാദിയയുടെ മാതാവ്, അവരെല്ലാം കൂട്ടുള്ള ഒരു കുടുംബത്തിലുണ്ടാകുന്ന രസകരമായ കാര്യങ്ങൾ, അവർ തമ്മിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങള്, സംസാരങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം അങ്ങനെ ഒരു നല്ല ഒരു രീതിയിലാണ് പോകുന്നത്. അതേസമയം തന്നെ നാദിയ പറയുന്നുണ്ട്,
ഇതിലൂടെ ഈ ഒരു സംഭവങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ ആദ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇറാഖി ഭരണകൂടം ഈ യസീദികളെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന്. അത് യസീദികളെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ടാംകിട സമൂഹമായിട്ടാണ് അവർ കാണുന്നത്. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം അറബ് ജനതയാണ്. അപ്പൊ അവർക്കൊക്കെ ഡബിൾ വർഷിപ്പേഴ്സ് ആയിട്ടാണ് ഇവരെ കാണുന്നതെന്നും അവരോടുള്ള സമീപനം വളരെ മോശമായിരുന്നു എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ഒക്കെ വല്ലപ്പോഴാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് വരിക. അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരു വംശമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. സദ്ദാം ഭരണകൂടത്തിന്റെ കീഴിൽ ഇവരനുഭവിക്കപ്പെടുന്ന കാര്യങ്ങളും അതൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം പീഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരു അവസരത്തിൽ ഞാൻ ആദ്യം പറയുന്നുണ്ട്, TV വെച്ച് കഴിഞ്ഞാൽ നമുക്ക് TV ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചാനൽസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പക്ഷെ ഇവര് TV ഓണാക്കിയാൽ ഇവർക്ക് കാണാൻ കഴിയുന്നത് സദ്ദാമിന്റെ കുറെ കാര്യങ്ങളാണ്. അയാളുടെ പ്രസംഗങ്ങളും അതേപോലെ തന്നെ മിലിറ്ററി മാർച്ച് അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് മാത്രമാണ് അവർക്ക് ആക്സസ് ഉണ്ടായിരുന്നത് എന്നൊരു വട്ടത്തിൽ അവർ പറയുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു സമൂഹം അവിടെ അതിജീവിച്ചു വന്നത് എന്ന്. രണ്ടായിരത്തി 14 ISIS ആക്രമണം തൊട്ടാണ് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കൊച്ചോ എന്ന ഗ്രാമത്തിലെ ആദ്യത്തെ പ്രശ്നങ്ങൾ ബാധിക്കാൻ തുടങ്ങുന്നത്. ക്രമേണ അത് വലുതാവുകയും അയൽ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കൊച്ചോ എന്ന ഗ്രാമം ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അമേരിക്ക ഇറാഖ് യുദ്ധം ശക്തിപ്പെട്ടതോടെ ISIS കൊച്ചോയെ അവരുടെ പരിധിയിലാക്കുകയാണ്. അപ്പോൾ ISIS എന്നാൽ അവര് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഒരു സംഘടന, അവര് അമേരിക്കൻ ഭരണം ഇറാഖിൽ വന്നതോടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രൂപപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അവര് ഈ യസീദികളെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയാണ്. അവരുടെ വീടുകളും സ്കൂളുകളൊക്കെ തയ്യേറി മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയാണ്. അപ്പോ ഗത്യന്തരമില്ലാതെ ഇവര് അവിടുന്ന് പലായനം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുക. നമ്മൾ പിന്നീടുള്ള ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഒറ്റ രാത്രി കൊണ്ട് അതുവരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ജനത, 200ഓളം കുടുംബങ്ങൾ വരുന്ന ഒരു സമൂഹം ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് ബന്ധപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. പിന്നീട് ഇവര് ഈ ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യരെയും, കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ അവര് സ്കൂളിന്റെ തടങ്കലിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതില് ഈ ഒരു ഭാഗത്തൊക്കെ നാദിയ പറയുന്നുണ്ട്, സ്കൂളിൽ പോകുന്ന ഒരു സമയം, അവിടുത്തെ കൂട്ടുകാരായിട്ടുള്ള ഇവരുടെ സ്വപ്നങ്ങള്, ഒരുപാട് നാദിയ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ സ്കൂൾ പഠിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള്, അപ്പൊ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് സ്വപ്നം കണ്ട ഒരു സ്കൂളിൽ തന്നെയാണ് അവര് തടവിലാക്കപ്പെടുന്നത്. അവിടെ നിന്ന് അവര് സ്ത്രീകളെയും കുട്ടികളെയും, അവിവാഹിതരായ സ്ത്രീകളെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പുരുഷന്മാരെ ആണെങ്കിൽ അവര് കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പൊ അതൊക്കെ ആ ഒരു സീനൊക്കെ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു നരേഷനാണ് ഇതിലുള്ളത്. നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല അത്ര അവസ്ഥയൊന്നും. ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്, അങ്ങനെ തന്നെ പറയാം. അപ്പൊ അതൊക്കെ വായിക്കാൻ ഒരു മനസ്സുറപ്പുള്ളവർക്ക് മാത്രമേ ഞാൻ പുസ്തകം സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാര്യം ഞാൻ ഈ പുസ്തകം വാങ്ങിയിട്ട് ഒരു രണ്ട് വർഷത്തോളം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞാനിതിന്റെ ഒരു സ്റ്റോറി ഔട്ട്ലൈനൊക്കെ വായിച്ചിരുന്നു. അപ്പൊ എനിക്ക് വായിക്കാൻ പേടിയായിരുന്നു. നമ്മളിതെങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യാന്ന് അറിയില്ല. അപ്പൊ ഞാനത് വായിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അതെടുത്ത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുക
എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. കാരണം ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ ഇത് വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു വന്നത്, ഈ പുരുഷന്മാരെ അവര് കൂട്ടമായി വെടിവെച്ച് കൊന്ന് കുഴിമാടങ്ങളിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്തത്. പലരും റിലേറ്റീവ്സും സഹോദരങ്ങളൊക്കെ എവിടെയാണെന്ന് പോലും അറിയാതെ, അവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാതെ കടന്നു പോകുന്ന ആ ഒരു ദിവസങ്ങളൊക്കെ വളരെ ഹൃദയഭേദകമായിട്ട് ഇതിൽ നാദിയ പറയുന്നുണ്ട്. ഓരോ വെടിവെച്ചൊക്കെ കേൾക്കുമ്പോഴും അത് ആരായിരിക്കും, അല്ലെങ്കിൽ അടുത്തത് ആരാണ് കൊല ചെയ്യപ്പെട്ടത് എന്നൊക്കെ അറിയാനിരിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ. ഇതില് അവിവാഹിതയായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഇവര് മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കാനെന്ന് പറഞ്ഞത്. അപ്പൊ അവര് സഭയ എന്ന് പറയും. അതായത് സെക്ഷൽ സ്ലേവ്സ് ആയിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്ത്രീകളെ കൊണ്ടുപോകുന്നതിലുള്ള കാര്യങ്ങൾ ഇത് ഞാൻ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല, കാരണം വളരെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബസ്സില് ആ സ്ത്രീകളെ, പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് മുതൽ ഒരു മൊളസ്റ്റിങ്, അബ്യൂസിങ് ഒക്കെയാണ് അവര് ഇതില് നേരിടേണ്ടിപ്പെടുന്നത്. ഈ തീവ്രവാദികള് അവരാ ബസ്സിൽ നിന്നുകൊണ്ട് തന്നെ അവരോട് ചെയ്യുന്ന ക്രൂരതകൾ, അതൊക്കെ ഇങ്ങനെ ആദ്യം മുതല് നമ്മൾ ഓരോ ചെറിയ അനുഭവങ്ങൾ പോലും അത് വിവരിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആണ്, ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ അതൊന്നും ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം അത് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കൂട്ടം മനുഷ്യർ ഇത്രയും ക്രൂരതകൾ അനുഭവിച്ചു എന്ന് നമ്മളൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോ യുദ്ധം തുടങ്ങുകയാണ്, ഖത്തറിൽ ഇറാനില് അമേരിക്കയൊക്കെ യുദ്ധം തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ചേരി തിരിഞ്ഞ് യുദ്ധത്തിന് രണ്ട് ചേരി നിന്ന് കൈയടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. കാരണം ഈ ഒരു ചേരി തിരിഞ്ഞ് കൈയടിക്കുന്നവർ അറിയുന്നില്ല ഈ യുദ്ധത്തില് സ്ത്രീകളും കുട്ടികളും ഒക്കെ അനുഭവിക്കപ്പെടുന്ന വേദനകൾ. അതൊക്കെ വായിക്കേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾ. എന്റെ മകൻ എന്നോട് ഒരു ദിവസം ഞാൻ ഈ പുസ്തകം വായിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വായിച്ചോന്ന് പറഞ്ഞു. കാരണം അതിപ്പോ വേണ്ടാന്ന് പറഞ്ഞാലും കുട്ടികളല്ലേ, പിന്നെ ടീനേജുകാരനാണ്. അപ്പൊ നീ വേണ്ടാന്ന് പറഞ്ഞാലും ഇതിപ്പോ എന്താന്ന് വിചാരിച്ചെന്താന്ന് വെച്ചിട്ട് വായിച്ചോന്ന് പറഞ്ഞു. അവന് അതൊരു പകുതി പോലും ആക്കിയിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും ഹൊററാണ് ഇതില് ഓരോ കാര്യങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ അടുത്ത്, നമുക്കത് വായിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ച ആളുകളുടെ അവസ്ഥ നിന്ന് ആലോചിച്ച് നോക്കുന്നു. ഏതൊക്കെയാണ് യുദ്ധത്തിലും അധിനിവേശത്തൊക്കെ ഉണ്ടാവുന്നത് എന്ന് അവരോട് ഞങ്ങൾ ചെറുതായിട്ടൊന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നീട് ഈ സഭയകളായിട്ട് പിടിച്ചു വെക്കപ്പെട്ട സ്ത്രീകള് അവിടുന്ന് അങ്ങോട്ട് അവര് ആർത്തവ സമയത്ത് പോലും അവര് പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ക്രൂരമായ പല ദൃശ്യങ്ങളും നമുക്കിതില് വിവരിച്ച് കാണിക്കുന്നുണ്ട്. നാദിയ ഒരു ചെക്ക് പോസ്റ്റില് പൊതു അടിമയായിട്ടാണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ നിയമിക്കപ്പെടുന്നത്. അപ്പോൾ നിയമിക്കപ്പെടല്ല, അവിടെ ഒരു കച്ചവട വസ്തു പോലെയാണ്. ചന്തകളിൽ കൊണ്ട് നിർത്തിയിട്ടും വില പേശിയിട്ടൊക്കെയാണ് അവിടെ സ്ത്രീകളെ അവര് ഒരു കൊടുക്കൽ വാങ്ങലുകൾ, ഇഷ്ടപ്പെട്ട ആളുകൾ വന്നിട്ട് കൊണ്ടുപോകുന്നു, അയാളുടെ കസ്റ്റഡിയിൽ താമസിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണം വെള്ളവും ഇല്ലാതെ, പിന്നെ ഇറാഖില് കൊടും ചൂടിലൊക്കെ അവര് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ. അതൊക്കെ വായിക്കുമ്പോൾ നമ്മളും ആ ഒരു ചൂടിൽ നിന്ന് ഉരുകുന്ന പോലെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഇതില് നമുക്ക് അനുഭവപ്പെടും ശരിക്കും ഇതൊക്കെ വായിക്കുമ്പോൾ. പിന്നീട് അങ്ങോട്ട് ഐസിസിന്റെ പിടിയിൽ നിന്നും നാദിയ രക്ഷപ്പെടുകയാണ് ഒരു കുഞ്ഞു കുടുംബത്തിന്റെ തന്നെ സഹായത്തോടെ. ഈ ഐസിസിന്റെ ക്രൂരതകളെ കൊണ്ട് കഷ്ടപ്പെട്ട് മടുപ്പ് വന്ന ഒരു അറബ് കുടുംബം തന്നെയാണ് പിന്നീട് നാദിയയെ രക്ഷിക്കുന്നത്. അപ്പൊ നാദിയ പറയുന്നുണ്ട്, നിങ്ങൾ ഈ നാസറിനെ പോലെയുള്ള നല്ല ആളുകൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നല്ലതായിരിക്കുന്നത് എന്ന് നാദിയ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന്
പിന്നീട് നാസറിന്റെ സഹായത്തോടെ നാദിയ രക്ഷപ്പെടുകയും പിന്നീട് നാദിയയുടെ സഹോദരന്റെ കൊല ചെയ്യപ്പെടാത്ത ഒരു സഹോദരന്റെ അടുത്തേക്ക് എത്തുകയാണ് നാദിയ. പിന്നീട് അവര് ഈ രക്ഷപ്പെട്ട ആളുകളൊക്കെ ജർമ്മനിയിലേക്ക് അഭയാർത്ഥികളായിട്ട് പോവുകയാണ്. ഈ രക്ഷപ്പെടുന്ന സീനൊക്കെ നമുക്കൊരു ത്രില്ലർ സിനിമ പോലെയാണ് നമുക്ക് വായിച്ചിരിക്കാൻ പറ്റുക. കാരണം ഇനി പിടിക്കപ്പെടുമോ, മുഖമൊക്കെ മൂടിയിട്ടാണ് നാദിയനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരുടെ നാദിയയുടെ പോസ്റ്ററൊക്കെ എല്ലാ ചെക്ക് പോസ്റ്റിലും പതിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഈ മുഖം മൂടി ഒന്ന് ഉയർത്തി നോക്കാൻ തോന്നിയാൽ തീർന്നു പോയി എന്നാണ് അവിടെ നാദിയ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വളരെ അതിസാഹസികമായിട്ടാണ് നാദിയ രക്ഷപ്പെടുന്നത്. പിന്നീട് ജർമ്മനിയിൽ അഭയാർത്ഥിയായി പോയതിനു ശേഷമാണ് അമാൽ ക്ലൂനിയെ പരിചയപ്പെടുന്നതും ഇവരുമായിട്ട് ഈ കൊടും ക്രൂരതകളെ കുറിച്ചൊക്കെ അവരോട് പറയുന്നതും. പിന്നീട് അമാൽ ക്ലൂനി ആണ് സഹായിക്കുന്നത് നാദിയയെ ഈ ഒരു ദുരന്തങ്ങളെ കുറിച്ചൊക്കെ ലോകത്തെ അറിയിക്കാനും ഒക്കെ അമാൽ ക്ലൂനിയുടെ സഹായത്തോടെ സാധിക്കുകയാണ്. ഇവിടെ നാദിയ തന്റെ പോരാട്ടങ്ങൾ അവിടുന്ന് തുടങ്ങിയാണ്. ഈ ലോകത്തോട് എല്ലാം വിളിച്ചു പറഞ്ഞ നാദിയ ഈ ആത്മകഥയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്, എന്റെ കഥയുള്ള ഒരു പെൺകുട്ടി ഇനി ഉണ്ടാവരുത്. എന്റെ കഥയുള്ള അവസാനത്തെ പെൺകുട്ടി ഞാനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ആത്മകഥയുടെ പേര് ദ ലാസ്റ്റ് ഗേൾ എന്ന ആ പേര് അന്വർത്ഥമാക്കുകയാണ് നാദിയ. ഞാൻ ഈ പുസ്തകം വായിച്ചു തീർത്തത് കരഞ്ഞുകൊണ്ടായിരുന്നു. എനിക്ക് ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞ് പുസ്തകം മടിച്ച് വെക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ഫീൽ എന്ന് പറഞ്ഞത് ഈ ഒരു നാദിയ മുറാദ് എന്ന ഒരു സ്ത്രീയെ എനിക്കത് കെട്ടിപ്പിടിക്കണം എന്നാണ് തോന്നുന്നത്. അത്രയും നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയാൻ ശേഷിയുള്ള ഒരു പുസ്തകമാണിത്. അതിനുശേഷം ഞാൻ അവരുടെ ഒരുപാട് വീഡിയോസും യൂട്യൂബിലൊക്കെ ഉണ്ട്, ഒരുപാട് സ്പീച്ചസ് ഒക്കെ ഉണ്ട്. പിന്നീടാണ് അവര് നാദിയ ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഘടന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതുപോലെ തന്നെ ഉള്ള അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ യസീദി സമൂഹത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടതാണ് പിന്നീട് അവരുടെ ജീവിതം. ധീരതക്കും അനുഭവ സാക്ഷ്യത്തിനും ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നാദിയ ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. പുസ്തകത്തിലൂടെയല്ല, അവരുടെ ജീവിതത്തിലൂടെയും അനുഭവത്തിലൂടെയും നമുക്ക് കാണിച്ചു തരികയാണ്. റെസിലിയൻസിന്റെയും ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് നാദിയയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. മലയാളത്തിലെ പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി അവസാനത്തെ പെൺകുട്ടി എന്ന പേരില് നമുക്കിത് ലഭ്യമാണ്. നമ്മുടെ മനോരമ ചാനലിൽ വിശാൽ പി പുരുഷോത്തമൻ അതിന്റെ വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പുസ്തകത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you, Samya. Good morning. ശരിക്കും ഇത് കേൾക്കുമ്പോൾ കേട്ടിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലെ പിടിച്ച് വിളിക്കുന്ന തരം ഒരു ഡീറ്റെയിൽ ആണ്. നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ. അപ്പം ജസ്റ്റ് കേട്ടിരുന്നപ്പോൾ ഇത്രയും, അപ്പം വായിക്കുമ്പോൾ എന്തായിരിക്കും അതും പോയിട്ട് അവരനുഭവിച്ച ആ ക്രൂരതകൾ, അവര് മാത്രമല്ല ആ ജനത മുഴുവൻ, അല്ലേ? ശരിക്കും വളരെ കുറെ ഭാഗങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എക്സാക്ട്ലി. ഇറ്റ് റിയലി പുൾസ് അറ്റ് യുവർ ഹാർട്ട്. നമുക്ക് അങ്ങോട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതകളല്ലേ അവര് അനുഭവിച്ചത്. സോ സങ്കടകരമായ ഒരു അവസ്ഥയിൽ കൂടി, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൊക്കെ കൂടി കടന്നു പോയിട്ടും പക്ഷെ അതിനകത്തൊരു അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയല്ലോ. അതൊരു നല്ല മെസ്സേജാണ്. ശരിക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് then she was able to take this story outside. പേഴ്സണൽ ആയിട്ടുള്ള ആ സ്റ്റോറി ആണെങ്കിലും അവരത് പുറത്ത് കൊണ്ടുവന്ന് അതിനെപ്പറ്റി എഴുതുകയും ലോകത്തിലെല്ലാവർക്കും ഇത് അറിയാനായിട്ടൊരു സാധ്യതയൊക്കെ ഉണ്ടാക്കിയില്ലേ. അപ്പൊ അതിന്റെ ഒരു ധീരത തന്നെയാണ് ശരിക്കും. പിന്നീട് ഇതുപോലെ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്.
അതെ, അപ്പൊ അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആ മനസ്സിന്റെ നന്മ ശരിക്കും നമ്മൾ കാണേണ്ടതാണ്. വെരി ഗുഡ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇത് അറിയാൻ പറ്റുന്നത്, അല്ലെ നമ്മളിങ്ങനെ ഒരു ബുക്ക് പോയി മേടിക്കുന്നില്ലല്ലോ. സോ അതെ, ബിക്കോസ് അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തെരഞ്ഞെടുത്തത്. കാരണം ഒരുപാട് ആളുകളൊന്നും തെരഞ്ഞെടുക്കുന്ന ഒരു പുസ്തകമല്ല, വായിക്കാനാണെങ്കിലും. എക്സാക്ട്ലി ഈ പറഞ്ഞ പോലെ വായിക്കാൻ എടുത്താലും 3-4 പേജ് കഴിയുമ്പോൾ തിരിച്ചു വെക്കുന്ന ഒരു ഫീലാണ് അല്ലേ. But anyway, good that you told us about it. So at least we have an awareness of ഇങ്ങനെ ഒരു നേരിട്ട അനുഭവങ്ങളും അതിനെപ്പറ്റി മനസ്സിലാക്കാനും പിന്നെ അതിന്റെ എങ്ങനെയാണ് അത് അവസാനിച്ചത്, അങ്ങനെ അറ്റ്ലീസ്റ്റ് ഇവർ ചെയ്ത ആ പ്രവൃത്തിയെ പറ്റിയൊക്കെ, അവരുടെ ആ നന്മയുടെ പ്രവൃത്തികളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് ഷംന മാം. Good morning, sir. മനോഹരമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു യുദ്ധഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിപ്പിച്ച് നമ്മളെ കൊണ്ടുപോയി അല്ലേ. അതോടൊപ്പം തന്നെ ഈ നാദിയ എന്ന് പറയുന്ന ആ സഹോദരി നമുക്ക് വലിയൊരു മെസ്സേജാണ് നമ്മളുടെ ഈ ഒരു ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം അതെ. ഇത്രയും വലിയ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടും ആ ഒരു ധൈര്യത്തോടു കൂടി എവിടെയും പിടിച്ചു നിന്ന് രക്ഷപ്പെട്ടു വരണം, നാളെ ഒരു നല്ല കാലം ഉണ്ട് എന്ന് അവര് തിരിച്ചറിഞ്ഞ് ആ ഒരു കഠിന ക്രൂരതയിൽ വരെ പിടിച്ചു നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. തളർന്നിരിക്കാതെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മനസ്സിലാക്കി അവർ ഓരോ പ്രതിസന്ധികളും മറികടന്ന് നാളേക്ക് വേണ്ടി അവർ ക്ഷമയോടെ കാത്തിരുന്നു അല്ലേ. പിന്നീട് അവർ വിജയിച്ചു. എന്തായാലും ആ ഒരു നാദിയ എന്ന് പറയുന്ന സഹോദരി നമ്മളുടെ ഹൃദയത്തിൽ കയറി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ആ ഒരു 2018 ആ ഒരു സമയത്തൊക്കെ ഈ ഒരു പുസ്തകത്തെ പറ്റിയും അല്ലെങ്കിൽ അതിന് ശേഷം ഒക്കെ ഈ നാദിയ എന്ന് പറയുന്ന സഹോദരനെ പറ്റിയൊക്കെ പലയിടത്തും കേട്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ചെറിയ സമയം കൊണ്ട് അത് പൂർത്തീകരിച്ച് തന്നു എന്നുള്ളതാണ് ഷംന മാം ചെയ്തിട്ടുള്ളത്. എന്തായാലും താങ്ക് യു. നല്ല അവതരണമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ടിങ്ങിൽ കയറാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കയറിയത്. പക്ഷെ ഈ വിഷയം കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അത് ഒരു കണ്ടിന്യൂറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രോഗ്രാം നടത്തിയതിന് വെമ്പിൾ അക്കാദമിക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്, സർ. സന്തോഷമുണ്ട് നിങ്ങളൊരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തന്നത്. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സംന മാം. ഗുഡ് മോർണിംഗ്. ഹേമലത. എന്താ പറയാ, രാവിലെ തന്നെ ഒരു വല്ലാതെ മനസ്സ് വിഷമിക്കുന്ന, ഹൃദയം തകർക്കുന്ന ഒരു സംഭവമാണ് കേട്ടത്. പക്ഷെ നമ്മളിതെല്ലാം അറിയേണ്ടതാണല്ലോ. ഒരാളെന്നല്ല, എത്രയോ പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മള് അതുപോലെ നോക്കുമ്പോ എന്തൊരു ഭാഗ്യവാന്മാരാ. ഓരോരുത്തർക്കും എന്തെല്ലാം പ്രശ്നങ്ങളാന്ന് വിചാരിക്കുമ്പോഴും അവരൊക്കെ അനുഭവിച്ചതിന്റെ ഒരു 10,000-1 പോലും നമുക്കാർക്കും ഇല്ല. അതുപോലത്തെ ക്രൂരതകളും എങ്കിലും ആ ഒരു റെസിലിയൻസ് ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ടും തിരിച്ച് വന്ന് ഇങ്ങനെ ഒരു ബുക്കായി വരാനും അത് നമ്മളെല്ലാരും വായിക്കാനും ഇതിനെക്കുറിച്ച് പുറം ലോകം ഇത്രയും അറിയാനും നമുക്കതൊന്നും അങ്ങോട്ട് ചിന്തിക്കാൻ വയ്യ. പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കാൻ വയ്യ, ആലോചിക്കാൻ പറ്റാത്തത്ര വിഷമം. ഞാൻ ആദ്യം ഓർത്തു, തുടക്കത്തിലില്ല, കുറച്ച് കഴിഞ്ഞ എങ്കിലും ഞാൻ ഓർത്തു, അയ്യോ ഇപ്പൊ ഇത് കേൾക്കണ്ടേ രാവിലെ. പക്ഷെ ഓർത്ത് അങ്ങനെയല്ല, അത് കേൾക്കണം. എന്തായാലും അത് മുഴുവനും ഇരുന്ന് കേട്ട്, അത് സംന പറഞ്ഞ പോലെ തന്നെ ആദ്യ ബുക്ക് വായിക്കണോന്ന് സംശയിക്കുന്നത് പോലെ ഇത് കേൾക്കണോന്ന് ഒരു സംശയം വന്നുപോയി. അത്രയും നമ്മളെ തകർത്ത് കളയുന്ന പോലെ. പക്ഷെ നമ്മൾ അതെല്ലാം നേരിടണമല്ലോ, ഇതല്ല ഇതിന്റെ അപ്പുറം ഉണ്ടെങ്കിലും. അതുകൊണ്ട് അങ്ങനെ അതെ, നമ്മള് പക്ഷേ കേൾക്കാൻ തന്നെ വായിക്കുമ്പോഴാണ് പറ്റുന്നു. അതെ, അത് നമ്മളെ വായിച്ചപ്പോ അനുഭവിക്കുന്നത്. എന്തൊരു ഫീലിംഗ് ആവും വായിക്കുമ്പോഴും. അപ്പൊ അത് മുഴുവൻ നേരിട്ട് അനുഭവിക്കുന്ന വ്യക്തികള്, അത് സമ്മതിക്കാതെ വയ്യ അവരെ. വല്ലാത്തൊരു അനുഭവമായി ഇപ്പൊ ഈ രാവിലെ തന്നത്. എന്തായാലും ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്ന നാദിയയുടെ
ബുക്കും അനുഭവങ്ങളും പരിചയപ്പെടുത്തുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു. വിംബിൾ അക്കാഡമി വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഈ വെച്ചിരിക്കുന്ന ബുക്ക് റിവ്യൂ. എനിക്ക് തോന്നുന്നു വായന വാരമെല്ലാം കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ബുക്കെങ്കിലും വീതം ഒന്ന് റിവ്യൂ ചെയ്യേണ്ടതാണ്, എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനും ഒക്കെ. നല്ലൊരു കാര്യമാണ്. ഞാനും അതാണ് ചെയ്തത്. സജന മാമിന്റെ അടുത്ത്. അതെ, താങ്ക് യു. താങ്ക് യു മാം. Good morning, Shabna ma'am. ഗുഡ് മോർണിംഗ് മാം. Yes, നല്ല വളരെ സെന്റിമെന്റലും എമോഷണൽ ആയിട്ടൊരു ബുക്കാണെന്നുള്ളത് മാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാം ഇത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തത് തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ബിക്കോസ് നമ്മൾ പലപ്പോഴും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു റീഡ് സച്ച് ബുക്സ്. അതിന് ആ ഒരു മെന്റൽ പ്രിപ്പറേഷനുമാണ്, മെന്റലി പ്രിപ്പയർഡ്. ബിക്കോസ് അതിന് ചിലപ്പോ ഈ മാതിരി ബുക്സ് വായിക്കുമ്പോൾ രണ്ട് ആംഗിൾ, ഒന്ന് നല്ല ആംഗിളും ഉണ്ട്, ഒന്ന് നമ്മള് we get influenced and we get upset by it. സോ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഞാൻ. പിന്നെ അതേ രീതിയിൽ ഈ വാർ പറഞ്ഞ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേപ്പർ വായിക്കുമ്പോഴും കാണുന്നതിനാൽ ഏറ്റവും ഫസ്റ്റ് ടാർഗറ്റ് വിമൻ ആയിരിക്കും. വിമനെ ഇവിടെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വിമൻ വിക്ടിം ആവും. പലപ്പോഴും ഇപ്പൊ നമ്മൾ പേപ്പറിൽ വായിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്, ഇപ്പോഴും പല സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. ഈ യുദ്ധം നടക്കുന്നവിടെയൊക്കെ കാണുന്നത് ഈ അമ്മമാർ പോലും എന്തിനും റെഡിയാണ്. റീസൺ അവരുടെ മക്കൾ അവിടെ സഫർ ചെയ്യാണ്, ഫുഡ് ഇല്ലാതെ സഫർ ചെയ്യുന്ന ഒരു ഇൻസിഡൻസ് ഒക്കെ വായിക്കുമ്പോൾ വളരെ ടച്ചിങ് ആണ് മാം. സോ അതേ രീതിയിൽ ഈ നാദിയയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഐ അപ്രിഷിയേറ്റ് ഹർ ബോൾഡ്നെസ്. ഈ ബോൾഡ് ആയത് കൊണ്ട് മാത്രം അതിനൊക്കെ ഓവർകം ചെയ്യി. ആൻഡ് ഫോർച്ചുനേറ്റ് ആയിരുന്നു ഒരാളെ സഹായിക്കാനും. അല്ലെന്ന് എല്ലാവരും അങ്ങനെ ലക്കി ആയിരിക്കില്ല, എല്ലാവരും അത്ര ബോൾഡ് ആയിരിക്കില്ല. സോ ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മള് ആക്ച്വലി അത് റിയലൈസ് ചെയ്യണം. സോ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ബോൾഡായിട്ട് നിന്ന് അതിലിരുന്ന് എങ്ങനെയാ അത് നമ്മള് ടേക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു എഡ്യൂക്കേറ്റ് അതേഴ്സ്. പിന്നെ സൊസൈറ്റിയിലെ വാർ ക്രൈംസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് അറിയാതെ പോണവര് ഒരുപാട് ആൾക്കാരുണ്ട്. നോർമലി ഇവിടെയാണ് നമ്മൾ ഈ വാർ ക്രൈംസിനെ കുറിച്ചിട്ട് അറിയാം. ഈ മാതിരി ബുക്സ് എഴുതുന്നവർ ത്രൂ ആണ് നമ്മൾ വാർ ക്രൈംസും അതിന്റെ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി നമ്മൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. സോ മാം അത് നമുക്ക് ത്രൂ റീഡിങ് കൊണ്ടുവന്നതിന് വളരെ താങ്ക്സ്. ആൻഡ് മാമിനെ തുടങ്ങുമ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്തു. ഇപ്പൊ റീഡിംഗ് ഒക്കെ വളരെ, ആസ് ഫാർ ആസ് ഐ എം കൺസേൺ, വളരെ കുറവായിരിക്കുന്നു. ഈ റീഡിങ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഒരു മോട്ടിവേഷനും ഈ മാതിരി ടോക്സ് ഡെഫിനറ്റ്ലി ആണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ഇറ്റ് എന്നുള്ള റിക്വസ്റ്റ് സജന മാം ആൻഡ് വിംബിൾ ടീം ത്രൂ ദിസ് പ്രോഗ്രാം ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻട്രൊഡ്യൂസിങ് ദ ബുക്ക് ടു us മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. മോർണിംഗ് സംന മാം. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു ബുക്കായിരുന്നു. യുദ്ധത്തിന്റെ പ്രശ്നങ്ങളല്ലേ, നമ്മൾ യുദ്ധം നടക്കുന്ന സമയത്ത് മാത്രമല്ല, അത് പിന്നെയും അവരിങ്ങനെ ഹോണ്ട് ചെയ്യും എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, ഒരു ദൈവം ഒരു കഴിവ് തരുന്നതാണല്ലോ ഇതിനൊക്കെ അതിജീവിക്കാനുള്ള. അപ്പം നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. വായിച്ചിട്ടില്ല, എന്തായാലും വായിക്കണം. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു സംന മാം. എന്തായാലും രാവിലെ തന്നെ ഇങ്ങനെ എന്താ പറയാ, രാവിലെ ഒരു വിഷമവും ഇതൊക്കെ വന്നെങ്കിലും കൂടെ ഇങ്ങനെ ഒരു ബുക്ക് ശരിക്കും നമുക്കൊക്കെ ഭയങ്കര ഒരു മെസ്സേജ് അല്ലേ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധാരണ ആത്മകഥയല്ല, ഇതൊരു ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും അതുപോലെ മനുഷ്യാവകാശത്തിന്റെ ഒക്കെ ഒരു പോരാട്ടത്തിന്റെ ഒരു കഥ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഭയങ്കര ഒരു മെസ്സേജ് ആണ് ഈ ഒരു പുസ്തകം. മാം പറഞ്ഞ പോലെ വായിക്കാൻ പറ്റുമെന്നല്ല, എന്തായാലും വായിക്കണം. കാരണം ഇത് നമ്മളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും ഇങ്ങനത്തെ ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ. എന്തായാലും ബുക്ക് സെലക്ഷൻ
അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മാം പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു പേര് കേട്ടപ്പോ, ബുക്കിന്റെ ഒരു പേര് കേട്ടപ്പോ, ദ ലാസ്റ്റ് ഗേൾ എന്ന് കേട്ടപ്പോ ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്തു. ഇപ്പൊ മാം ഈ ഒരു ബുക്ക് ചൂസ് ചെയ്തപ്പോ ഞാൻ ബുക്കിനെ കുറിച്ച് നോക്കിയപ്പോ മാം പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു പേര് തന്നെ ഒരു പ്രതീകമാണ്. കാരണം വെച്ചാൽ അവര് ഇനി ലോകത്തിൽ കുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു നാദിയയുടെ ഒരു ആഗ്രഹമാണ് ഈ ഒരു തലക്കെട്ടിന്റെ പിന്നിലെന്ന് എനിക്ക് അന്ന് വായിച്ചപ്പോ അത് മനസ്സിലായി. അപ്പൊ എന്തായാലും നല്ല പ്രസന്റേഷൻ. പറഞ്ഞുകൊണ്ടാണ് പുസ്തകം അവസാനിപ്പിച്ചത്. അതെ അതെ അല്ലേ. അതിന്റെ ലാസ്റ്റിൽ അങ്ങനെയാണല്ലോ അവസാനിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു ആണ്, എല്ലാവരും വായിച്ചിരിക്കേണ്ടത് തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു പുസ്തകം പരിചയപ്പെടുത്തി തന്നതിന്. വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നല്ലേ? അതെ, വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇന്നൊരു പ്രത്യേകം ക്ഷണിച്ചിട്ട് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് മെഹബൂബ് സാറ്. സാർ നേരത്തെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിന്. താങ്ക് യു മാം. സജ്ജന മാം എന്നും കയറാൻ വേണ്ടിയിട്ട് പറയും, പക്ഷെ ഞാനിവിടെ അബ്രോഡിലാണ്, ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പോ ആ ഒരു സമയവും ഇവിടുത്തെ സമയവും അങ്ങനെ കറക്റ്റായി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കയറാൻ പ്രയാസം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് കയറാൻ പറ്റി. ആദ്യം തന്നെ നല്ലൊരു എന്താ പറയാ, ഒരു ദിവസം സമ്മാനിച്ചതിന് എല്ലാവർക്കും. ഇങ്ങനൊരു പ്രോഗ്രാം മോർണിംഗിൽ നമുക്ക് കിട്ടാന്ന് പറയുന്നത് നമ്മളുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗിൽ എല്ലാവരും ഇങ്ങനെ സെറ്റായി വരാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവരും കിടന്നുറങ്ങുന്ന ആ ഒരു സമയത്ത് നേരത്തെ എഴുന്നേറ്റ് വീഡിയോയിൽ വന്ന് ഇങ്ങനെ പറയാൻ കഴിയാന്ന് പറയുന്നത് എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എല്ലാവരെയും. താങ്ക് യു. പ്രത്യേകം നമ്മുടെ സജന മാമിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ അതെ. നല്ല ദിവസമാവട്ടെ. ഈ പുസ്തകം ആരെങ്കിലും വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ കൂടുതൽ ബെറ്റർ ഇംഗ്ലീഷ് ആണ്. കാരണം ഇതിന്റെ ഒരു ഇമോഷൻസും ആ ഒരു ഡെപ്ത് ഒക്കെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വായിക്കാൻ ശ്രമിക്കാം. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ, ഇപ്പൊ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്തും എവിടെ ഇൻസിഡൻസ് നടന്നു കഴിഞ്ഞാലും പൊതുവെ സ്ത്രീകളെയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു. അതൊരു സത്യമായ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ്. എവിടെയും നമ്മൾ സ്ത്രീകളെയാണ് മുന്നിൽ കൊണ്ടുവരിക. ഇൻസിഡൻസ് നടന്നാലും ശരി, മറ്റു വേറെ എന്തെങ്കിലും ഇപ്പം ബിസിനസ് മേഖലയിലാണെങ്കിലും പൊതുവെ നമ്മൾ സ്ത്രീകളെയാണ് എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നില് യുദ്ധം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ വേണ്ട എന്നാണ് അല്ലെ? ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് അതിന്റെ പിന്നിലൊക്കെ വലിയ വലിയ ബിസിനസ് കൂടി പ്ലാനിങ് നടക്കുന്നത് കൊണ്ടൊക്കെയാണ് ഈ യുദ്ധങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം എവിടെയും യുദ്ധം വേണ്ട, നോ വാർ, അതാണ് നമ്മളുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്നത് പോലെ തന്നെ മൗനികളായിട്ട് ത്യാഗങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. ഞാനിത് പറയാൻ കാരണം, ഞാൻ അബ്രോഡിൽ ഒരു 4-5 കൺട്രി കുറെ കാലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അവിടങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യന്മാരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് സ്വന്തം സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യമാരെ, അമ്മയെ, നമ്മുടെ സിസ്റ്റേഴ്സിനൊക്കെ മുന്നിൽ വെച്ചിട്ട്, നമ്മുടെ സ്വന്തം മുന്നിൽ വെച്ചിട്ട് ക്രൂരതകൾ നേരിടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ എന്തും ചെയ്തോളൂ, അവളെ അതിന്റെ ശേഷം രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയേണ്ട സാഹചര്യം, അതൊക്കെ ഒരു എവിടെയും അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം ഇനിയെങ്കിലും എവിടെയും യുദ്ധം വേണ്ട, യുദ്ധം ഇല്ലാതിരിക്കട്ടെ. നമ്മളൊക്കെ മനുഷ്യരായി മനുഷ്യന്മാര് തമ്മിൽ മനസ്സിലാക്കി സ്നേഹം മാത്രം കൊടുത്തും വാങ്ങിയും
ഉള്ളൊരു കാലം, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതിനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ചെറിയ ചെറിയ ഇത്തരം കൂട്ടായ്മകൾ ഒരുക്കിയ വിംബിൾ അക്കാദമിയെ പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ വളരട്ടെ. സ്നേഹം എന്നും നിലനിൽക്കട്ടെ. നിങ്ങളോട് എല്ലാവരോടും മനസ്സറിഞ്ഞ് ഹൃദയം തുറന്ന് സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഈ ഒരു സമയം വളരെ കുറഞ്ഞൊരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സജന മാമിനോട് എന്താ പറയാ, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇതിങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ ഒരുപാട് മുമ്പ് ഇങ്ങനെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം മനോഹരമായിട്ടൊരു മോർണിംഗിൽ ഇങ്ങനൊരു അതും ഏർലി മോർണിംഗ് അല്ലേ, സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും പറയാൻ വാക്കുകളില്ല. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു, നന്ദി. സാർ വളരെ താങ്ക് യു മനോഹരമായിട്ട് സോ മച്ച്. സംസാരിക്കുന്നുണ്ട്. ഒരു സെഷനിൽ ഒരു ദിവസം വരും ഞാൻ കുറെ അധികം സംസാരിക്കും. സാറിന്റെ അടുത്തൊരു സെഷൻ എടുക്കാനാണ് പറയുന്നത്. കേട്ടാ മെഹബൂബ് സാർ? നോക്കാം. നന്നായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ഞാനിവിടെ ഒരു കാര്യം പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്ലാസ് എടുക്കാനായിട്ട് കാരണം മെഹബൂബ് സാറാണ്. മെഹബൂബ് സാറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിജിറ്റൽ താലം എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ കോഴ്സുകളൊക്കെ ഉള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, ഡിഗ്രി PG കോഴ്സുകളൊക്കെ ഉള്ള. അപ്പൊ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്തത്. വിംബിളിൽ പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സംസാരിക്കാനായിട്ട് പബ്ലിക് പ്ലേസിലൊക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തെങ്കിലും കൂടെ ഒരു ട്രെയിനർ ആവാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കണം എന്നൊന്നും ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പിന്മാറി. പിന്നെ ഞാനൊക്കെ 4th ബാച്ചിലായിരുന്നു. അന്ന് ആളുകളും കുറവായിരുന്നു, നമ്മളുടെ ബിംബിളില് ആളുകളും കുറവായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ പിന്നോട്ട് നിൽക്കുമ്പോൾ മെഹബൂബ് സാറൊക്കെ നമ്മളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നു. സാറ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, സാർ അത്രയും എനിക്ക് മോട്ടിവേഷൻ തന്ന് അത്രയും ഇതാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്ലാസ് എടുത്തത്. അപ്പൊ എന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറ്റിയത് സാറാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ സാറിനോട് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു ഇത്രത്തോളം എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് കാരണം സാറാണ്. താങ്ക് യു സോ മച്ച് സാർ. സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു. മുന്നോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് തീർച്ചയായും സാറ് നാട്ടിലുള്ളപ്പോ തന്നെ ഒരു സെഷൻ എടുക്കാനും സാറിനെ കാണാനും സംസാരം കേൾക്കാനും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. താങ്ക് യു. സാറിന്റെ തന്നെ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസുകൾ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ടോപ്പിക് ആയാലും മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്. തീർച്ചയായിട്ടും നമുക്കൊരു ദിവസം ഷെയർ ചെയ്യാം. കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവുമ്പോൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരാം ഒരു ദിവസം, താങ്ക് യു. അറിയിക്കാം. ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? യെസ്. Yes, ma'am. Wishing all a good day. Bye. Bye Thank bye. you. Have a good day, everyone. Thank you.